യുവാക്കൾ മുഴുവൻ അന്തം വിട്ട് നടക്കുകയാണ്. ഈ കുഴിമന്തിയും കഴിച്ച് ഈ കമ്പ്യൂട്ടറിലെ ഫോണും കേട്ട് ഈ മ്യൂസിക്കും കേട്ട് നടക്കുകയാണ് കേരളത്തിലെ യുവാക്കള്. എങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നതിനെ കുറിച്ച് അവർക്കൊരു ധാരണയില്ല. കാലാകാലം ഈ കോഴി ബിരിയാണി നിന്ന് കിടന്നുറങ്ങാമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ഹായ്, നല്ലൊരു ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. നല്ല ഫുഡ് കിട്ടും, നല്ല അടിപൊളി ഫുഡാന്ന് പറയുന്നത്. അതെവിടാ? അത് നമ്മുടെ മുക്കാട് ഷാപ്പിലാണെന്ന് പറയുന്നത്. മുക്കാട് ഷാപ്പ്? ആ, മുക്കാട് ഷാപ്പ്. അപ്പൊ ഇവിടെ തൊട്ട് ഫ്രണ്ടിലെ ഷാപ്പ് ഒന്നും കാണുന്നില്ല, ഫുള്ള് കായലാണല്ലോ. കായലാണെങ്കിലും അവര് നമ്മളെ വിളിച്ചോണ്ട് പോകാന്നാ പറഞ്ഞത്. അവര് നമ്മളെ ഇവിടെ വന്ന് പിക്ക് ചെയ്തോണ്ട് പോകും. അവര് ബോട്ട് കൊണ്ടുവരുമോ? അവര് ബോട്ട് കൊണ്ടുവരും. ബോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പിക്ക് ചെയ്തോണ്ട് പോകും. ഈ ബോട്ടാണ് നമ്മളെ കൊണ്ടുപോകാൻ വരുന്നത്. അപ്പൊ നമ്മളിവിടെ നിന്നാ മതി? നമ്മളിവിടെ നിന്നാ മതി. അവര് വന്ന് നമ്മളെ കൊണ്ടുപോകും. വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി. അപ്പൊ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് വേണം ഇവിടെ വരാൻ? നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വേണം വരാൻ. അപ്പൊ അവര് വന്ന് നമ്മളെ പിക്ക് ചെയ്തോണ്ട് പോകും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ കൊല്ലം ജില്ലയിലെ കാവനാട് നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. അതും കായലിന്റെ നടുക്ക് നിന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം. അങ്ങനെ ഒരു സ്പോട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഇല്ലേ? അതെ അതെ. നല്ല എന്താ സ്ഥലത്തിന്റെ പേര്? മുക്കാട് കടവിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മളെ വള്ളം കൊണ്ടുവന്ന് നമ്മളെ അവിടെ സ്പോട്ടിൽ തന്നെ കൊണ്ടുപോകും. നമുക്ക് വേണ്ടി വള്ളം വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും അത് വള്ളം ഫ്രീ ആണ്. നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവർ വള്ളം കൊണ്ടുവരും. ഫ്രീ ആയിട്ട് നമ്മളെ അവിടെ എത്തിക്കും. നല്ല ഫുഡ് തരും. വരുന്നവർക്കൊക്കെ വള്ളത്തിൽ കയറി അവിടെ ചെന്ന് അടിപൊളി ഫുഡ് കഴിക്കാം. അപ്പൊ എന്തായാലും ക്യാമറമാനും കൂടെ വരും. അടിപൊളിയല്ലേ? ഇതാണ് മുക്കാട് പള്ളിക്കടവ്. ഇത് കൊല്ലം ജില്ലയിലെ കാവനാടാണ് മുക്കാട് പള്ളിക്കടവ്. നമ്മൾ ഇന്ന് പോകുന്നത് സാമ്പ്രാണിക്കോടി ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് കള്ളിഷാപ്പിലാണ്. ഇതൊരു തുരുത്തിലാണ്. ഏകദേശം പള്ളിക്കടവിൽ നിന്ന് 1 കിലോമീറ്ററോളം അകലെയാണ് ഈ ഒരു ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടിപൊളി ഒരു അനുഭവം ആയിരിക്കും ഈ ഒരു സ്ഥലം. ഇതിൽ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കടവിൽ എത്തിക്കഴിഞ്ഞാൽ, കൊല്ലം ജില്ലയിലെ കാവനാട് പാലത്തിനടുത്ത് നിന്ന് തിരിഞ്ഞ് മുക്കാട് പള്ളിക്കടവിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷാപ്പിൽ നിന്ന് വള്ളം വരും. ആ വള്ളത്തിൽ നിങ്ങൾക്ക് കയറി അവിടെ ചെന്ന് ഫുഡ് അടിക്കാം. അതിനുശേഷം തിരികെ ഈ ഒരു കടവിൽ തന്നെ കൊണ്ടുവരും. കിട്ടത്തില്ല, വെള്ളം കിട്ടത്തില്ല. തലയിടിക്കുന്നു. ഇവിടെ ഒരു പാലം പണി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇരുന്ന് പോകാനേ ഇരിക്കുവാണ്. തലയിടിക്കും. ക്യാമറമാൻ പോയി. അടിപൊളി. അപ്പൊ ഇതാണ് ഇവിടുത്തെ അടിപൊളി പ്രകൃതി രമണീയമായ ഒരു ഷാപ്പ്. ഇതല്ലേ ഇവിടെ വേടാ ഞാൻ പറഞ്ഞ കള്ളിഷാപ്പ്. ഇങ്ങോട്ട് കാണിച്ചേ. ഞാൻ പറഞ്ഞ കള്ളിഷാപ്പാണ്. ഇതാണ് അടിപൊളി വൈബില്. കായലിന്റെ നടുക്കാണ് ഈ കള്ളിഷാപ്പ്. ചുറ്റും കായലാണ്. അതിമനോഹരമായ ഒരു കള്ളിഷാപ്പ്. കള്ളിഷാപ്പ് കണ്ടൽക്കാടുകളുടെ നടുവിലൂടെ ഒരു യാത്ര. ഈ മനോഹരമായ ഒരു ഷാപ്പാണ്. അടിപൊളി സ്പോട്ടാണ്. സൂപ്പർ സ്പോട്ട്. സാമ്പ്രാണിക്കൊടി കള്ളിഷാപ്പ്. അവരിവിടുത്തെ സ്റ്റാഫ് നമുക്കൊന്നല്ലേ.
അടിച്ച് കേറി വാ മോനെ. ഓ രക്ഷയില്ല. അടിച്ച് കേറി വാ മോനെ. കള്ള് ഷാപ്പ് കണ്ടോ? കായലിന്റെ നടുക്കൊരു കള്ള് ഷാപ്പ്, അതും അടിപൊളി ഫുഡ്, അടിപൊളി ഷാപ്പ്, ഒരു രക്ഷയില്ലാത്ത വൈബ് കണ്ടോ. ഓക്കെ കേട്ടോ. അങ്ങനെ ചാടാൻ പറ്റത്തില്ല അല്ലേ? അങ്ങനെ ചാടി കയറാനേ. ആ ചേട്ടൻ്റെ കൂടെ വീഡിയോ ഒക്കെ എടുത്തു. ഇപ്പൊ നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്നത് ഈ ചേട്ടനാണ്. ചേട്ടന്റെ പേരെന്ത്? മാർവൽ. അപ്പൊ ചേട്ടനാണ് ഇതിന്റെ ഓപ്പറേറ്റർ അല്ലേ? ബോട്ടിന്, വള്ളത്തിന്റെ. ഓക്കെ. അപ്പം ഈ ഒരു മനോഹരമായ ഒരു കായൽ തീരമാണ്, ഒരു രക്ഷയില്ല. സുരേഷേ എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി സൈറ്റ്, നല്ല രസമുണ്ടാ. പിന്നെ അടിച്ച് കേറി വാടാ മക്കളെ. ഞാൻ പറഞ്ഞ ഷാപ്പ് കണ്ടോ? ഇതാണ് ഷാപ്പ്. അടിപൊളി അടിപൊളി വൈബ് കണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ആസ്വദിക്കുക. അടിപൊളി. നോക്ക്, പറഞ്ഞുണ്ട്, നമ്മള് വന്നിട്ടുണ്ട്, അതുകൊണ്ടാ പറഞ്ഞു. ഇഷ്ടം പോലെ എന്ത് രസമാണ് ഇവിടെ. സുരേഷ്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു വൈബാണെന്നുള്ളത്. അടിപൊളി വൈബാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ നോക്കി, സാമ്പ്രാണിക്കോടി ഫാമിലി കള്ള് ഷാപ്പ്. ചുറ്റിനും നല്ല അതിമനോഹരമായ കായല്, അതിന്റെ നടുക്കാണ് ഈ ഷാപ്പ്. അതും നല്ല സൂപ്പർ ഫുഡ്, ഫാമിലി ആയിട്ട് വന്നിരുന്ന് കഴിക്കാം. ഷനോദ ഇന്ന് വരെ എന്നെ കൊണ്ടുപോയതില് ബെസ്റ്റ് സ്പോട്ട് ഇതാണ് കേട്ടോ. അടിപൊളിയല്ലേ? മനസ്സ് നിറഞ്ഞ്. ഇത്രയ്ക്ക് അതിമനോഹരമായ സ്ഥലം. കാണാത്തവരൊക്കെ വരുക, ഇത് കാണുക. എന്ത് രസം നോക്കില്ല ഇവിടെ വന്നിരുന്ന്. ഒരു ഐസ്ക്രീം കഴിക്കാൻ വന്നാൽ പോലും ഇവിടെ നമുക്ക് മുതലാ. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ്. ഇതൊന്നും അല്ല, ഇതിന് ഒരുപാട് വ്യത്യസ്തമായ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കണ്ടൽക്കാടുകളുണ്ട്. നോക്കി, വരുന്നവർക്ക് കണ്ടലൊക്കെ ആസ്വദിക്കാം. ആ കാട്ടിലൊക്കെ നമുക്ക് കയറിയിരിക്കാം. ഇവിടെ ഒരു അടിപൊളി കണ്ടൽക്കാടുണ്ട് കേട്ടോ. കൊറേ ദൂരം നമുക്ക് നടക്കാനുണ്ടല്ലേ. അത് കായലിന്റെ നടുക്ക്. ഇത് കായലിന്റെ നടുക്കാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ആഹാരം കഴിക്കുന്നതൊക്കെ പിന്നെ ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് കണ്ട് ആ ഒരു സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാം. നമുക്ക് ഈ ഒരു കണ്ടൽക്കാടിന്റെ വേരുകൾ കണ്ടോ. ഇത് തോന്നെ സ്ഥലങ്ങളിലൊന്നും നമുക്കിത് കാണാൻ പറ്റത്തില്ല, ഇങ്ങനൊരു കാഴ്ച. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു ഇവിടെ വരുന്ന ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, പ്രകൃതിയെ ആസ്വദിക്കാനാണ്. പ്രകൃതി ആസ്വദിക്കാൻ വരുന്നവർക്ക് ഏറ്റവും അടിപൊളി സൈറ്റ് ആണിത്. അടിപൊളി സൈറ്റ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വരാൻ പറ്റിയ ഒരു സൈറ്റ് കേട്ടോ. ഇതുപോലൊരു സൈറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലൊരു സൈറ്റ്. ഇവിടുത്തെ ജ്യൂസ് മേക്കർ നൈസിൽ ചേട്ടൻ, ഇത് ഇവിടുത്തെ ഷെഫ് കുഞ്ഞോൻ ചേട്ടൻ. ഞങ്ങള് കുറച്ച് നാളുകൊണ്ട് ഇവിടെ വരുന്നുണ്ട്. ഞാനിപ്പോ ഷൈജുവിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ്. അടിപൊളി സൈറ്റ് ആയതുകൊണ്ട് തന്നെ വിളിച്ചുകൊണ്ട് വന്നത്. അടിപൊളി സൈറ്റ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഇവിടെ ഒരു പ്രാവശ്യം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരം വരും. അത്രയ്ക്ക് വൈബാണ്. ഇപ്പൊ എന്തായാലും ചേട്ടനാണ് മെയിൻ ഷെഫ്. ഓക്കെ. ഇപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേകതകളൊക്കെ? പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈവായിട്ടുള്ള സാധനങ്ങളാണ്. ലൈവ് സാധനങ്ങൾ എല്ലാം കൊടുക്കുന്നത് ലൈവായിട്ടുള്ള സാധനങ്ങളാണ്. മീനായാലും കൊഞ്ചായാലും കണവ, പിന്നെ മുരിങ്ങ, കക്ക, ഞണ്ട്, എല്ലാ ഐറ്റവും ലൈവായിട്ടാണ് കൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് തന്നെ മീൻ പിടിച്ച് പൊരിച്ചു തരും. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. നമ്മുടെ ചേട്ടൻ്റെ ഈ ഒരു വലയോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടാ, നമ്മള് മീൻ പിടിക്കാൻ പോവാ. ഓക്കെ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ മീനുണ്ട്. ഇനി മിണ്ടണ്ട. ഇനി മിണ്ടിക്കഴിഞ്ഞാല് മീനുകളെല്ലാം പോകും. അല്ല, ഈ വീശുന്ന നല്ല രസമായിട്ട് കിട്ടണേ. അതാണ് അടിപൊളി. ഇത് ഒറിജിനൽ കരിമീനാണല്ലോ. ഇവിടെ നിന്ന് പിടിക്കുക, ഇവിടെ കൊടുക്കുക. അത് അഷ്ടമുടിക്കായല്ലേ? അഷ്ടമുടിക്കായലിലെ കരിമീൻ. അഷ്ടമുടിക്കായലിന്റെ കരിമീൻ എന്തോ പ്രത്യേകത? ഏത് മീനും
അഷ്ടമുടി കായലിലെ ടേസ്റ്റ് കഴിഞ്ഞ് ഇനി ഈ ലോകത്തിൽ ഏത് കായലിലായാലും മീൻ ടേസ്റ്റ് രസമുണ്ട്. അത്രയേ ഉള്ളൂ. ഇവിടെ എത്ര ഹട്ടുണ്ട് ഇവിടെ? 4. ഓരോന്നിനും പേരുണ്ട്. കബനി, അഷ്ടമുടി, പിന്നെ വേമ്പനാട് കായൽ, ഭാരതപ്പുഴ. ഇത് ഭാരതപ്പുഴ. പ്രകൃതിയുടെ കാറ്റ് കാറ്റ് ലഭിക്കും കായലിന് നടുക്ക് അതെ. ആസ്വദിക്കാം. എവിടുന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ടൈം വല്ലതും ഉണ്ടോ ഇവിടെ? നമ്മൾ രാവിലെ 10 മണിക്ക് തുറക്കുന്നു, രാത്രി 10 മണിക്ക് അടയ്ക്കുന്നു. അടയ്ക്കുന്നു. അതിനുള്ളിൽ ഏത് സമയത്ത് വന്നാലും വെൽക്കം. സുഹൃത്തുക്കളെ കണ്ടേ, ഇവിടെ 4 ഹട്ടുണ്ട്. 4 ഹട്ടിന് ഓരോ പേരുകളും ഉണ്ട്. കണ്ടോ, ഇതാണ് ആ ഹട്ട്. നമുക്കൊന്ന് കയറി കാണാം. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. കായലിന്റെ കാറ്റേറ്റ് അടിപൊളി വൈബ് കേട്ടോ. ഞാൻ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നിങ്ങൾ നേരിട്ട് വന്ന് ആസ്വദിക്കുക. ഇതാണ് കിച്ചൺ. ആ. ഞാൻ കിച്ചണിൽ കാണിക്കുന്നു. ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചേട്ടാ? ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് കാളാഞ്ചി എന്ന് പറയും. കാളാഞ്ചി. അതായത് കൊച്ചിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട മീനാണ് കാളാഞ്ചി. ഞങ്ങളുടെ ഇവിടെ പറയും ഇതിന്റെ പേര് വരിക്കത്തി. മനസ്സിലായോ? പിന്നെ ഈ അഷ്ടമുടി കായലിലെ തന്നെ കക്കയാണ്. കക്ക. അഷ്ടമുടി കായലിലെ കക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അതായത് ഈ വടക്കോട്ടൊക്കെ കിട്ടുന്ന പറയുന്നത് കായംകുളം, ആലപ്പുഴ കിട്ടുന്ന പറയുന്നത് പൊലക്കക്കയാണ്. ഇത് ഈ അഷ്ടമുടി കായലിലെ ഒരു പൂവൻ കക്ക. പൂവൻ കക്കയാണ്. ഓ, അത് ശരി. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇത് കരിമീൻ അല്ലേ? അല്ല, ഇത് ആവോലി. ആവോലി. പിന്നെ പൊരിക്കാനുള്ള വലിയ കൊഞ്ചുണ്ട്. പൊരിക്കാനുള്ള വലിയ കൊഞ്ചുണ്ട്. പിന്നെ നെയ്മീനുണ്ട് പൊരിക്കാനുള്ള. ഫ്രഷ് കരിമീനാണ്. അത് ഓരോ സൈസിനും ഓരോ വിലയാണ്. ഇത് ഇവിടുത്തെ ആവോലി മുളകിട്ട കറിയാണ്. ഇത് കണ്ടോ? ഷാപ്പിലെ കറി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ ആവോലി നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പർ ആവോലി മുളക് ഇട്ട കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. അടിപൊളി. നല്ല എരിവുണ്ട്, നല്ല പുളി, അടിപൊളി ആവോലി കണ്ടോ. ഞണ്ടിന്റെ നല്ല വലിയ കാല്. ഞണ്ട്. ഓ, ഈ സൗണ്ട് കേൾക്കണം. സൗണ്ട് കിട്ടക്കില്ല. സൂപ്പർ ഞണ്ട് കേട്ടോ. അടിപൊളി. നമുക്ക് രക്ഷയില്ല. അടിപൊളി ആയിട്ട് കേട്ടോ. കഴിച്ചിട്ട് പറയാം. അടിപൊളിയാണെങ്കിൽ അടിപൊളിയാന്ന് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അടിപൊളി ടേസ്റ്റ്. ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇതെല്ലാം പക്ഷെ മീനെല്ലാം കൂടുതൽ മീൻ ഇവിടുത്തെ തന്നെ. സീഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ വരുവാ. സീഫുഡ് കഴിക്കാൻ സൂപ്പർ സീഫുഡ് ഇഷ്ടംപോലായിട്ട്. കരിമീൻ മാറ്റി. കരിമീൻ ഞാൻ വീട്ടിൽ കൊണ്ടുപോയാലോ ആലോചിച്ച് മാറ്റി വെച്ചെന്ന് കഴിച്ച് വിചാരിക്കും. അല്ല, മാറ്റി. ഇനി നമുക്ക് കരിമീനിലോട്ട് കിടക്കാം. കരിമീനാണ് ഇനി അടുത്ത ലൈവായിട്ട് പിടിച്ച് നമുക്ക് പൊളിച്ചു തന്നതാണ്. ആദ്യം ഇതേപോലെ ഇച്ചിരി ഇത് നാരങ്ങ നീര് അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടേ അങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് എടുക്കണം. എന്താ സൂപ്പർ കരിമീൻ. ഈ വിലയൊക്കെ പിന്നെ പറയാം. ഇനി വരാനുള്ളത് ഇനി മുരിങ്ങ ഇറച്ചിയാണ് അടുത്ത. കഴിച്ചു മുരിങ്ങ ഇറച്ചി എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. അടിപൊളി മുന്തിരിക്കള്ളാണിത്. അത് ഒറിജിനൽ സാധനമാണ്, അല്ലാതെ വരുത്ത് ഒന്നുമല്ല. അടിപൊളി കള്ള്, സൂപ്പർ കള്ളാണ്. പിന്നെ ഇനി അടുത്ത സാധാ കള്ള് വരുന്നുണ്ട്. അടിപൊളി. ആ വീഡിയോ കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ ഒരു ഹോം സ്റ്റേയുടെ ഒരു എൻട്രൻസ് ആണ്. അപ്പൊ ഇതുവഴിയല്ല നമുക്ക് മെയിനായിട്ട് യാത്ര. നമുക്ക് മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതിനോട് തൊട്ടടുത്ത് തന്നെ ജ്യൂസ് ഒക്കെ കഴിക്കാനൊക്കെ ഉള്ള ഒരു ഇതുണ്ട്, സെറ്റപ്പ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് നടന്നു പോയി നോക്കാം. നമ്മളത് ആദ്യം വന്ന സ്പോട്ട് അല്ലല്ലോ ഇത്. ഇത് വേറെ അടുത്ത
അടുത്ത സ്പോട്ട് അടുത്ത സ്പോട്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ എന്നാലും നോക്കി ആ ഒരു അതെ പേര് അടിപൊളി കാണാം, എവിടെ എന്നാലും കാണാം. അല്ലേ? ചുറ്റിനും പരന്നിങ്ങനെ കിടക്കുമല്ലേ കണ്ടൽക്കാടുകൾ മൊത്തം. ഒരു രക്ഷയില്ല. full കണ്ടൽക്കാട്. നമ്മൾ ആദ്യം കണ്ട കണ്ടൽക്കാടിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ നമുക്ക് വന്നിരുന്ന ചെറിയ ജ്യൂസ് ഒക്കെ കഴിക്കാം. പിന്നെ എന്തായാലും നമുക്ക് ഇതാണ് സംഭവം. ഇതാ സംഭവം. പക്ഷെ രാത്രി വരണം കേട്ടോ, നല്ല ഒരിതാ. രാത്രിയിൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട്. രാത്രി നല്ല ലൈറ്റ് വെട്ടത്തിലൊക്കെ ഇങ്ങനെ ഇരുന്ന അടിപൊളി ആംബിയൻസ്. നൈസല്ലേ? ഞാൻ പരിചയപ്പെടുത്തിയതാണ് ഷൈജുവിനെ ഇവിടെ. പക്ഷെ ഷൈജു ഇവിടെ വന്ന് വളരെ ഇതായിപ്പോയി, ഞെട്ടിപ്പോയി. ഇത്രയും ഒരു ആംബിയൻസ് ഉണ്ട്. ഈ ഒരു സെറ്റ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല, ഇതുപോലൊരു സെറ്റ്. അപ്പൊ എന്തായാലും ഇവിടുത്തെ നിങ്ങളുടെ ഈ ടൈമുകളൊക്കെ എങ്ങനെ? ഇവിടെ ടൈം എന്ന് പറയാൻ രാവിലെ 10 മണി തൊട്ട് തുടങ്ങിയാൽ നമ്മളൊരു 10-11 മണിയാണ് കസ്റ്റമർ ഉള്ള ടൈമാണ്. രാത്രി 8 മണിക്ക് നമ്മള് മാക്സിമം നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നൈറ്റ് നൈറ്റ് വൈബാണ് നമ്മൾ നോക്കുന്നത്. അതാകുമ്പോൾ ഈ ഓഫീസിൽ നിന്നൊക്കെ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്നവരിക്കും എന്തെങ്കിലും നൈറ്റ് ഒക്കെ പോയി എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം, ഷാപ്പിൽ പറഞ്ഞോ, അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു 12 മണി വരെ ഒരു കസ്റ്റമർ ഉള്ളതാണ്. വിളിച്ച് ബുക്കിംഗ് ഉണ്ട്. അവർ പറയുമ്പോൾ ആ ടൈം അനുസരിച്ച് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്യും. നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം സമയം സ്പെൻഡ് ചെയ്യാം. ഫുൾ നൈറ്റ് ഉണ്ടോ? ഫുൾ നൈറ്റ് ഇപ്പൊ ഇല്ല. നമ്മള് സ്റ്റേ ഒക്കെ വന്നതിന് ശേഷമേ ഫുൾ നൈറ്റ് കാണത്തുള്ളൂ. നമുക്ക് സ്റ്റേ ഇല്ല ഇവിടെ. സ്റ്റേ ഇല്ല. സ്റ്റേ നമുക്ക് വേറെ റിസോർട്ടിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ വർക്ക് നടക്കുന്നുണ്ട്, ഒരു ചെറിയ ഡിലേ ഉണ്ട്. അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റേ ഉണ്ട്. ഹോം സ്റ്റേയും വരും. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുഡും കളും മാത്രമല്ല ഉള്ളത്. ഇവിടെ നമുക്ക് ചില ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് ഈ ഒരു കായലിലൂടെ ഉള്ള. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഈ കയാക്കിങ്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു നഷ്ടവും ഇല്ല, അടിച്ച് പൊളിച്ച് വരാം. അടിപൊളി.